ഭാരതത്തെ തകർക്കാൻ ഗൂഢാലോചന നടത്തിയവർക്ക് കനത്ത തിരിച്ചടി. 2020 ഡൽഹി കലാപക്കേസിലെ മുഖ്യ സൂത്രധാരന്മാരായ ഉമർ ഖാലിദിനും ഷർജീൽ ഇമാമിനും ജാമ്യമില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നു. രാജ്യത്തിന്റെ സുരക്ഷയും സമാധാനത്തെയും ബാധിക്കുന്ന ഭീകരപ്രവർത്തനങ്ങളിൽ ഇരുവർക്കും സുപ്രധാനമായ പങ്കുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. 2020 ഫെബ്രുവരിയിൽ പൗരത്വ നിയമത്തിനെതിരായ പ്രതിഷേധത്തിന്റെ മറവിൽ നടന്ന ഡൽഹി കലാപം രാജ്യം കണ്ട ഏറ്റവും ഭീകരമായ വർഗീയ അക്രമങ്ങളിൽ ഒന്നായിരുന്നു. 53 ജീവനുകൾ പൊലിഞ്ഞു, 700-ലധികം പേർക്ക് പരിക്കേറ്റു. ഇത്രയും ഭീകരമായ ഒരു കലാപത്തിന് പിന്നിലെ ഗൂഢാലോചനയിൽ ഇവർക്ക് വ്യക്തമായ പങ്കുണ്ടെന്ന് കോടതി നിരീക്ഷിക്കുമ്പോൾ രാജ്യം ചോദിക്കുന്നത് ഒന്ന് മാത്രം: ഈ രാജ്യവിരുദ്ധരെ സംരക്ഷിക്കാൻ കോൺഗ്രസ് പാർട്ടി എന്തിനാണ് ഇത്രയും ആവേശം കാട്ടുന്നത്? രാജ്യവിരുദ്ധരെ സംരക്ഷിക്കുന്നതാണ് കോൺഗ്രസിന്റെ പാരമ്പര്യമെന്ന് ഈ നിലപാടുകൾ ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. കലാപത്തിലെ മുഖ്യ സൂത്രധാരനായ ഉമർ ഖാലിദ് രാജ്യദ്രോഹിയല്ലെന്നും മറിച്ച് നിഷ്കളങ്കനാണെന്നും പരസ്യമായി പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് ഒട്ടും മടിയുണ്ടായിട്ടില്ല. അക്രമികളെയും രാജ്യവിരുദ്ധ ശക്തികളെയും വെള്ളപൂശുന്നത് കോൺഗ്രസിന്റെ പാരമ്പര്യമായി മാറിയിരിക്കുകയാണ്. അഫ്സൽ ഗുരു മുതൽ ഉമർ ഖാലിദ് വരെയുള്ള ഈ സംഘത്തെ പ്രീണിപ്പിക്കാൻ കോൺഗ്രസ് കാട്ടുന്ന ഈ വ്യഗ്രത രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണ്. ഭീകരവാദത്തെ ചേർത്ത് പിടിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിനുള്ള കനത്ത പ്രഹരമാണ് സുപ്രീം കോടതി വിധി. രാജ്യവിരുദ്ധ ശക്തികൾക്കൊപ്പം നിൽക്കുന്ന ഇവർ ഭാരതത്തിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരെ വെള്ളപൂശുന്ന കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് ജനം തിരിച്ചറിയണം.